കൊടുക്കുന്ന ശൈലിയിലാണെങ്കിലും തെറ്റാണ്. എന്നാൽ പെണ്ണിന്റെ സ്വത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് നിബന്ധനയായി എനിക്ക് തരണമെന്ന് നിബന്ധന വെക്കുന്നത് ഒരു മാന്യതയുള്ള ഏർപ്പാടല്ല. ഇദ്ദേഹം പറഞ്ഞില്ല, ഞാനേ നിന്നിട്ടില്ല. അപ്പോ പെണ്ണിന്റെ പണം എനിക്ക് കിട്ടണം എന്നൊരാൾ ആഗ്രഹിച്ചിട്ട് ചോദിക്കുന്നത് ഒരു കൂടുതൽ മാന്യതയുള്ള ഏർപ്പാടല്ല. അത്യാവശ്യമില്ലെങ്കിൽ. അത്യാവശ്യമുണ്ടെങ്കിലോ അതൊരു സഹായമാണ്. സഹായം ചോദിക്കുന്നത് തെറ്റില്ല എന്നല്ല ഇസ്തിഹാദ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ തുറക്കത്തെ. അപ്പോ അതിന് തെറ്റൂല. മുസ്ലിം ലോകത്ത് കേരളത്തിൽ ഈ ആചാരം എവിടുന്ന് വന്നു എന്ന് ചരിത്രവും കൂടി നമ്മൾ മനസ്സിലാക്കണം. അറേബ്യൻ നാട്ടിൽ നിന്ന് പാവപ്പെട്ട അറബികളാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വന്നത്. അവർക്കന്ന് നിങ്ങൾ പണം കൊണ്ടുവരാനുള്ള കഴിവും ഒന്നും ഉണ്ടായില്ല. അവരെ കയ്യിൽ ഇന്നത്തെ പോലെ പെട്രോളും പൊന്നൊന്നുള്ള കാലമില്ല. അറബികൾ പാവപ്പെട്ടവരാണ്. അവര് ഈ രാജ്യത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വന്നപ്പോ അന്ന് പെരുമാൾ രാജാവിന്റെ കത്തും കൊണ്ടാണ് അവർ വന്നത്. ഇവിടെ വന്നപ്പോ ഇവിടെ ഉള്ളത് രാജാക്കന്മാരും പണക്കാരും കേരളീയരൊക്കെ വരെ ചോറന്മാരാണ്. അവരെടുത്ത് വന്നിട്ട് കത്തും കൊടുത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുമ്പോ ഈ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിവാഹത്തിലൂടെ അല്ലാതെ ലൈംഗിക ബന്ധം ഏർപ്പെടാൻ പാടില്ല എന്നത്. ഈ വന്ന ഇസ്ലാമിക പ്രബോധകർക്ക് വിവാഹം കഴിക്കണം. പക്ഷേ വിവാഹം കഴിക്കാൻ ഈ അറബികളെ കയ്യിൽ 5 പൈസയില്ല. അവർക്ക് മഹ്റ് കൊടുക്കാൻ പോലും കയ്യിലൊന്നുമില്ല. സ്വന്തം തന്നെ ജീവിക്കണമെങ്കിൽ കേരളീയർ അവരെ സഹായിക്കണം. അവര് പള്ളി ഉണ്ടാക്കിയത് കേരളീയർ കൊടുത്തിട്ടാണ്. അവരിവിടെ ജീവിക്കുന്നതും കേരളീയരുടെ സഹായത്തിലാണ്. അങ്ങനെ കേരളീയരായ ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ ഈ ഭാര്യയ്ക്ക് തുണിയെടുത്തു കൊടുക്കാനും ഭാര്യയ്ക്ക് മഹ്റ് കൊടുക്കാനും ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാനുമുള്ള കഴിവില്ലാത്ത അറബികൾ ഇവിടെ വന്നപ്പോ ഇവിടത്തെ മാന്യന്മാരായ കേരളീയർ അവരോട് പറഞ്ഞു, നിങ്ങൾ അക്കാര്യത്തിൽ വേറാറായിട്ട് വന്നിട്ടാണില്ല, ഞങ്ങളെ പെൺകുട്ടികൾ നിങ്ങൾക്ക് വിവാഹം കഴിച്ച ചെലവിനുള്ള ഏർപ്പാട് ഞങ്ങളുടെ ചെയ്യലാണ്. ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ചെലവിനുള്ള ഏർപ്പാട് മഹ്റ് കൊടുക്കാനുള്ള നിങ്ങളെന്നെ തരും, തുണിയെടുക്കാനുള്ള നമ്മളെന്നെ തരും, ചെലവ് ഞങ്ങൾ നടക്കും, നിങ്ങളൊന്ന് കൃത്യാൽ മതി. അപ്പൊ അവർക്കറിയാം പൊരുത്തപ്പെട്ട തരികയല്ലേ അമോഷന്മാർ, ഒരു തെറ്റുമില്ലല്ലോ. അപ്പൊ അന്ന് വന്ന സഹാബികളും മഹാന്മാരും ആ പൊരുത്തപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ കക്ഷികൾ കൊടുക്കുന്നത് സ്വീകരിക്കുകയും അവർ വിവാഹം നടത്തുകയും ചെയ്യും. അതങ്ങനെ തുടർന്ന് വന്നതാണ്. അതൊരാവശ്യത്തിന് വേണ്ടി ഉണ്ടായല്ലോ. പക്ഷെ ഇപ്പൊ ചില ചെറുപ്പക്കാരെന്താക്കി അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഇതൊരു അവകാശം പോലെ ചോദിച്ച് വാങ്ങാൻ തോന്നും. അതാണ് ഏർപ്പാടാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊരു അവകാശമായി ചോദിച്ചു വാങ്ങേണ്ടതല്ല. അതുകൊണ്ട് മൊത്തത്തിൽ സ്ത്രീധനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് നമുക്ക് പറയാം. അതേസമയം സ്ത്രീധനം വാങ്ങുന്നത് ഹറാമാണെന്ന് പറഞ്ഞാൽ അന്ന് ആ സഹാബികളും മുൻഗാമികളും നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ ഒരു ഹറാമിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്ന് പറയാൻ മാത്രം നമ്മൾ വിഡ്ഢികളാണ്.